നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലൈംഗിക പീഡന കേസിൽ കുടുക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂട്ടാൻ സർവത്ര പയറ്റുകയാണ് കേരള പോലീസ്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 മണിക്ക് രാഹുലിന്റെ അടൂരിലെ വീട്ടിൽ പോലീസ് സംഘമെത്തി. വീടിന് മുറ്റത്ത് അമ്മയും സഹോദരിയും മാത്രം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീടിന് മുറ്റത്ത് വാഹനം പാർക്ക് ചെയ്ത് പോലീസ് സംഘം വീടിനുള്ളിൽ കയറി. എന്താണ് വേണ്ടത് എന്ന അമ്മയുടെ ചോദ്യം. ഒന്നും മിണ്ടാതെ പോലീസ് സംഘം നേരെ രാഹുലിന്റെ കിടപ്പുമുറിയിലേക്ക്. പത്തനംതിട്ടയിൽ നിന്നുള്ള ഡിവൈഎസ്പിയും സംഘവുമാണ് അവിടെ പരിശോധന നടത്താനെത്തിയത്. മറ്റൊരു മുറിയിലേക്കും അവർ കയറിയില്ല. രാഹുലിന്റെ മുറിയിൽ ചെന്ന് അവിടെയും ഇവിടെയുമൊക്കെ ഒന്ന് നോക്കി. കേവലം 10 മിനിറ്റിനുള്ളിൽ പോലീസ് സംഘം പുറത്തേക്ക്. മുറിയിൽ എന്തോ മഹാസംഭവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന മട്ടിലായിരുന്നു പോലീസിന്റെ ധൃതി പിടിച്ചുള്ള പോക്ക്. ഒന്നുമെടുക്കാതെ പോലീസ് സംഘം പുറത്തേക്ക് ഇറങ്ങി വരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലാപ്ടോപ്പ് കണ്ടെടുക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത്. എന്നാൽ ലാപ്ടോപ്പ് രാഹുലിന്റെ കിടപ്പുമുറിയിൽ ഉണ്ടായിരുന്നില്ലത്രേ. കിടപ്പുമുറി പരിശോധിച്ച പോലീസ് സംഘം തുടർന്ന് വീട് ഒട്ടാകെ ഒന്ന് നിരീക്ഷിച്ചു. എന്നാൽ സാധനങ്ങൾ ഇളക്കിയോ ഷെൽഫുകൾ തുറന്നോ അവർ പരിശോധിച്ചതുമില്ല. വീട്ടുകാരോടൊന്നും ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. അപ്പോഴേക്കും വീടിന് പുറത്ത് അയൽക്കാരും രാഹുലിന്റെ ആരാധകരുമൊക്കെ തടിച്ചുകൂടാൻ തുടങ്ങിയിരുന്നു. അടൂരിലെ വീട്ടിൽ രാഹുൽ മാങ്കൂട്ടവുമായി എത്തി പരിശോധന നടത്തുമെന്നായിരുന്നു പൊതുവെ കരുതിയത്. എന്നാൽ രാഹുലുമായി അടൂരിലെ വീട്ടിലെത്തിയാൽ ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് പോലീസ് ഭയന്നു. വീട്ടിൽ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പോലീസ് പോലും ഇപ്പോൾ സമ്മതിക്കുന്നത്. അപ്പോഴത് സമൂഹ മാധ്യമങ്ങൾ വച്ചു താങ്ങുന്നു. നേരത്തെ കാനഡക്കാരിയായ യുവതി രാഹുൽ മാങ്കൂട്ടത്തിലിന് ഷഡ്ഡി വാങ്ങാൻ പണമൊക്കെ അയച്ചു കൊടുത്തിരുന്നുവെന്ന വാർത്തകൾ വന്നിരുന്നു. അവരുടെ പരാതിയിലും മൊഴിയിലുമൊക്കെ ഇക്കാര്യം അവർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. സാധാരണഗതിയിൽ പരാതിക്കാരി കൊടുക്കുന്ന വസ്തുക്കൾ തൊണ്ടിമുതലിൻ്റെ ഭാഗമായി പോലീസ് കണ്ടെടുക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ആ കിടപ്പുമുറിയിൽ നിന്ന് എന്തുകൊണ്ടാണെന്ന് പരാതിക്കാരി അയച്ചു കൊടുത്ത പണം ഉപയോഗിച്ച് രാഹുൽ വാങ്ങിയ ഷഡ്ഡി പെറുക്കിയെടുത്ത് പൊതിഞ്ഞുകൊണ്ടു പോകാത്തത് പോലീസ് എന്നൊക്കെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പരിഹസിക്കുന്നത്. ഒരുപക്ഷെ രാഹുലിൻ്റെ അമ്മയും അത് ചോദിച്ചിട്ടുണ്ടാവാം. അവരെ കരയിപ്പിക്കുകയായിരുന്നല്ലോ പോലീസ് സംഘത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങൾ തിരികെ ചോദിക്കുന്നു, തെളിവ് വീണ്ടെടുക്കാൻ വേണ്ടിയാണോ രാഹുലിൻ്റെ വീട് പരിശോധിച്ചത്, അതോ അമ്മയെയും സഹോദരിയെയും ഭയപ്പെടുത്താൻ വേണ്ടിയോ? വീട്ടുകാരെ ഭയപ്പെടുത്തി രാഹുലിനെ മാനസികമായി തളർത്തുകയല്ലേ പോലീസ് സംഘത്തിന്റെ ലക്ഷ്യം? എന്നാൽ മറുവശത്ത് രാഹുൽ ഇപ്പോഴും കട്ടയ്ക്ക് നിൽക്കുന്നു. തന്റെ ഫോൺ തുറന്നു പരിശോധിക്കാൻ പാസ്വേഡ് നൽകാത്തതിന് പിന്നിൽ ഒരൊറ്റ കാരണമുണ്ട് എന്നാണ് രാഹുൽ ആവർത്തിക്കുന്നത്. രാഹുൽ പറയുന്നത് തന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള സർവ്വ സംഭവങ്ങളും തന്റെ ഫോണിലുണ്ട്. പാസ്വേഡ് കൊടുത്ത് പോലീസ് സംഘം ആ ഫോണൊക്കെ തുറന്നാൽ അതിനുള്ളിലുള്ള തെളിവുകൾ അവർ നശിപ്പിക്കും. രാഹുലിന്റെ ലാപ്ടോപ്പ് അയക്കുന്നത് ഭരണകൂടമാണ് എന്ന് രാഹുൽ കേന്ദ്രങ്ങൾ പറയുന്നു. പിണറായി വിജയനെതിരെയുള്ള സുപ്രധാനമായ ചില രേഖകൾ തന്റെ ലാപ്ടോപ്പിലുണ്ട്. ഈ ലാപ്ടോപ്പ് വീണ്ടെടുക്കാൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. ഇന്നലെ രാവിലെ അതീവ രഹസ്യമായി തിരുവല്ലയിലെ ഹോട്ടലിലേക്ക് പരിശോധനയുടെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് കൊണ്ടുവന്നിരുന്നു. വെളുപ്പിന് 5:40. പക്ഷെ രാഹുൽ എത്തുമ്പോഴേക്കും അവിടെ വലിയ ജനക്കൂട്ടം. രാഹുലുമായി പാലക്കാട്ട് പോയി ഒരു തെളിവെടുപ്പ് നടത്തിയില്ല പോലീസ്. മറുവശത്ത് വടകരയിലെ ഒരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് ചില പരിശോധനകൾ പോലീസ് നടത്തുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. പരമാവധി ഷാഫി പറമ്പിലിനെ കൂടി നാറ്റിക്കുകയാണ് ഇതിനു പിന്നിൽ ഭരണകൂടത്തിന്റെ ലക്ഷ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ലാപ്ടോപ്പ് കണ്ടെത്തുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇതിനായി പാലക്കാട്ടെ രാഹുൽ താമസിച്ചിരുന്ന ഹോട്ടൽ മുറി വീണ്ടും പരിശോധിച്ചുവെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇനി വടകരയിലുള്ളൊരു ഫ്ളാറ്റുണ്ട്. അവിടെ ഇടയ്ക്കിടെ രാഹുൽ മാങ്കൂട്ടം പോയി താമസിക്കും. ആ ഫ്ളാറ്റ് കൂടി ഒന്ന് പരിശോധിക്കണം. രാഹുലിന്റെ ലാപ്ടോപ്പിൽ പല നിർണായക വിവരങ്ങളും ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് SITക്ക്. ഫോണുകൾ കയ്യിൽ കിട്ടിയിട്ടും കുരങ്ങന്റെ കയ്യിൽ പുതിയ തേങ്ങ കിട്ടിയ മട്ടിൽ അതും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം. എന്നാൽ ഇനി കൂടുതൽ ദിവസം രാഹുലിനെ കസ്റ്റഡിയിൽ വേണ്ട എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. രാഹുൽ കസ്റ്റഡിയിൽ തുടരുന്നത് പോലീസിന് വലിയ തലവേദനയാണ്. ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം രാഹുലിനെ മാവേലിക്കര സബ് ജയിലിൽ നിന്ന് പുറത്തേക്കിറക്കി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ചില അനിഷ്ട സംഭവങ്ങളുണ്ടായി. അവിടെ DYFI ഗുണ്ടകൾ തടിച്ചുകൂടി. തുടർച്ചയായി രാഹുലിന് നേർക്കവർ ചീമുട്ടയെറിഞ്ഞു. ചീമുട്ടയെറിയാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് പോലീസാണ് എന്ന വിമർശനമാണ് ഇപ്പോൾ ശക്തിപ്പെടുന്നത്. LDF ഈ ഭരണത്തോടെ അവസാനിക്കുമെന്നും ഇനി UDFന്റെ കാലമാണെന്നും ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭയമുണ്ട്. തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിലെ 408-ാം മുറിയിൽ രാഹുലിനെ എത്തിച്ചുള്ള പരിശോധന. പക്ഷേ അതുകൊണ്ട് ഉദ്ദേശിച്ച ഫലം പോലീസിന് കിട്ടിയില്ല.
രാഹുൽ പറഞ്ഞത് തന്നെയാണ് അവിടെയുള്ള CCTV ദൃശ്യങ്ങളിലും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. പരാതിക്കാരിയായ യുവതി നേരത്തെ ഹോട്ടലിലെത്തി 408 നമ്പർ മുറി ബുക്ക് ചെയ്ത് അവിടെ കാത്തിരുന്നു. രാഹുൽ താഴെ റിസപ്ഷനിലെത്തുമ്പോൾ അയാളുടെ മുഖത്ത് യാതൊരുവിധ ഭാഗവ്യത്യാസവും ഉണ്ടായിരുന്നില്ല എന്നാണ് റിസപ്ഷനിലുള്ള അന്നത്തെ ജീവനക്കാർ ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. വളരെ കൂളായി രാഹുൽ 408 നമ്പർ മുറിയിലേക്ക് കയറിപ്പോയി. ഇറങ്ങിപ്പോയതും യാതൊരുവിധ ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് എന്ന് ജീവനക്കാരുടെ മൊഴി. യുവതിയെക്കുറിച്ചും ജീവനക്കാർ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ അന്വേഷണ സംഘം ഇത് രഹസ്യമായി വെക്കുന്നു. അന്നത്തെ CCTV ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ ഇപ്പോൾ പോലീസിന് കഴിഞ്ഞില്ല. 21 മാസങ്ങൾ പിന്നിട്ടതാണ് അതിന് കാരണം. വിദഗ്ധ പരിശോധനയിലൂടെ അത് വീണ്ടെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. പോലീസിനെ കുഴയ്ക്കുന്നത് അതിജീവിതയുടെ രഹസ്യമൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന സംഭവം. മറുവശത്ത് അതിജീവിതയെ കേരളത്തിലെത്തിക്കാൻ സഹസ്രം പാടുപെടുകയാണ് അന്വേഷണ സംഘം. ഇതുവരെ കാനഡയിൽ നിന്ന് അവർ കേരളത്തിലേക്ക് എത്തിയില്ല. ഇമെയിലിൽ മുഖ്യമന്ത്രിക്ക് അയച്ച ഒരു പരിദേവനം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്തത് ഇനി കോടതി കൂടുതൽ കടുപ്പമാക്കുമോ എന്ന ഭയം SIT ടീമംഗങ്ങൾക്കുണ്ട്. ഹൈക്കോടതിയിലെങ്ങാനും ഈ കേസ് എത്തിയാൽ അടപടലം പോലീസ് പാളും. നിലവിൽ വിദേശത്തുള്ള അതിജീവിതയുടെ മൊഴി ഇന്ത്യൻ എംബസി വഴിയോ വീഡിയോ കോൺഫറൻസിംഗ് വഴിയോ ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് അന്വേഷണ സംഘം സൂചിപ്പിക്കുന്നത്. എന്നാൽ മറുവശത്തിത അതിജീവിതയെ എടുത്തലക്കി ഇപ്പോൾ ഫെനി നൈനാൻ രംഗത്തെത്തിയിരിക്കുന്നു. അതാണ് ഏറെ കൗതുകകരം. രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യുവതിയെ ബലാത്സംഗം ചെയ്തുവെന്നത് അതിശയകരമെന്നാണ് ഫെനി നൈനാൻ പറയുന്നത്. താൻ നവംബർ വരെ ഈ പരാതിക്കാരിയുമായി സംസാരിച്ചിരുന്നുവെന്ന് ഫെനി വ്യക്തമാക്കുന്നു. ഫെനി നൈനാന്റെ ആ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു പരാതി വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ട് ദിവസങ്ങളായി. പരാതിക്കാരിയായ സ്ത്രീയെപ്പറ്റി ഒരു വിവരങ്ങളും സ്വാഭാവികമായും ആർക്കും അറിയാൻ കഴിയില്ലല്ലോ. എനിക്കും അതിനെപ്പറ്റി അറിയില്ല. എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു സ്ത്രീയാണെന്നും അവർ എനിക്ക് KSU പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് എന്നും അവർക്ക് രാഹുലുമായി സൗഹൃദമുണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ടെന്ന് മാധ്യമങ്ങളിൽ നിന്നറിഞ്ഞു. എൻ്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചു. എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയെ അറിയാം. KSU നടത്തിയ ഒരു പരിപാടിക്ക് പണം തന്നു. 5000 രൂപയാണ് തന്നത്. അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേരുൾപ്പെടുത്തി അവർ എടുത്ത 50 കൂപ്പണുകളുടെ എണ്ണം കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ആക്കിയിട്ടുണ്ട്. എന്നാൽ അവരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം എനിക്ക് അതിശയകരമായി തോന്നി. കാരണം ഈ അതിജീവിത എന്നോട് 2025 നവംബർ വരെ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും കോടതിയിൽ തെളിവായി കൊടുക്കാൻ ഈ കേസ് വാദിക്കുന്ന ശാസ്തമംഗലം അജിത് സാറിനും അദ്ദേഹത്തിൻ്റെ ജൂനിയർ ശേഖർ സാറിനും കൊടുത്തിട്ടുണ്ട്. അവരത് കോടതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മൂന്നാമത്തെ പരാതി വന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള മാധ്യമ വിചാരണയാണ് നടക്കുന്നത്. ഇതിലെ സത്യം അറിയാവുന്ന ഞാനത് മുഖ്യധാര മാധ്യമങ്ങളിലെ ചിലരോട് പങ്കുവച്ചു. എന്നാൽ അതിൽ രാഹുലിന് അനുകൂലമായ കാര്യങ്ങളുള്ളതുകൊണ്ട് ഒരു മാധ്യമവും അത് ചാനലിൽ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടത് അവരുടെ അജണ്ടയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ വാർത്തകളല്ല. അതുപോലെ രണ്ടാമത് വന്ന പരാതിയിൽ രാഹുൽ MLA ഒരു പെൺകുട്ടിയെ ഹോം സ്റ്റേയിലെത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പരാതി. അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ചു കൊടുത്തത് ഞാൻ ഓടിക്കുന്ന കാറിലായിരുന്നു എന്നാണ് പരാതിയിൽ. കേട്ടാൽ വളരെ ഗൗരവമുള്ള കുറ്റകൃത്യം. ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞതാണ്, അങ്ങനെ ഒരു സംഭവം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ല. അതുമായി ബന്ധപ്പെട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. എന്നിട്ട് അറസ്റ്റ് പോലും ചെയ്തില്ല. അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ എത്തിച്ചു കൊടുത്തു എന്ന ഗൗരവമായ കുറ്റം ഉള്ള എന്നെ അറസ്റ്റ് ചെയ്യാത്തത് എന്താണ്? ഒരു തെളിവുമില്ലാത്തത് കൊണ്ടാണ് എന്നുറപ്പല്ലേ? അല്ലാതെ പോലീസ് എന്നെ സഹായിച്ചതല്ലല്ലോ. മൂന്നാമത്തെ പരാതിയിൽ അടിമുടി ദുരൂഹത. അതിനിടയിലാണ് ഇപ്പോൾ ഫെനി നൈനാൻ്റെ ഈ വെളിപ്പെടുത്തൽ. ഇതും ഗൗരവതരം തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.